നമുക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി നോക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ആൽക്കീൻസിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ അതില് മാർക്കോ-നിക്കോസ് റൂളിന്റെ ബേസിസിലുള്ള 3 റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ സൾഫ്യൂരിക് ആസിഡുമായിട്ട് നമുക്ക് റിയാക്ഷൻ നടത്തിയപ്പോ CH2 double bond CH2 plus H2SO4 എന്തായിരുന്നു പ്രോഡക്റ്റ്? കഴിഞ്ഞ ദിവസം ചെയ്തത് എന്തായിരുന്നു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ? എന്തായിരുന്നു പ്രോഡക്റ്റ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാ സെപ്പറേറ്റ് ആയത്? എങ്ങനെയായിരുന്നു സൾഫ്യൂരിക് ആസിഡിന്? ഗീതു പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു സെപ്പറേഷൻ നടന്നത്? ആർക്കറിയത്തില്ല. H പ്ലസും SO4 മൈനസുമായിട്ടാണ് സെപ്പറേഷൻ നടന്നത്. ഇത് H പ്ലസും പ്ലസ് SO4 മൈനസും, HSO4 മൈനസ്. Then CH3 സിംഗിൾ ബോണ്ട് CH2, then ഇവിടെ OSO3 H വന്ന് അറ്റാച്ച് ചെയ്തു. ഇതാണ് മാർക്കോ-നിക്കോസ് റൂളിന്റെ ബേസിസിൽ ഒരു ആൽക്കീൻ സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. അതായത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് ദെൻ നമ്മൾ ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ, ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ആൽക്കഹോളായിട്ട് മാറും. ഈ ഒരു പോയിന്റ് കൂടെ നോക്കാം. നമ്മൾ മാർക്കോ-നിക്കോസ് റൂളിന്റെ ബേസിസിൽ ആൽക്കീൻ്റെ സൾഫോണേഷൻ നടത്തിയ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് ചെയ്തത്. ദെൻ അതിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഇത് CH3 CH2 OH ആയിട്ട് മാറും, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. എങ്ങനെയാ സൾഫ്യൂരിക് ആസിഡ് ആവുന്നത്? ഈ വാട്ടർ അഗൈൻ H പ്ലസ് ആൻഡ് OH മൈനസ് ആവും. H പ്ലസ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് എലിമിനേറ്റ് ആവും. ഫൈനലി ആൽക്കഹോൾ കിട്ടും. നമുക്ക് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് നോട്ട് ചെയ്യാം. നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ മാർക്കോ-നിക്കോസ് അഡിഷൻ നടത്തി കഴിഞ്ഞിട്ട് അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ റിയാക്ഷനിൽ ഫസ്റ്റ് നോർമൽ ഓക്സിജനുമായിട്ടുള്ള ഓക്സിഡേഷൻ, അതിനെ നമ്മൾ കമ്പഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു ആൽക്കീൻ എടുത്തു, പ്ലസ് O2 ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തി. പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞേ? എന്തായിരിക്കും കമ്പഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. ആൽക്കീനിലെ കാർബൺ കംപ്ലീറ്റ്ലി കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ദെൻ ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി വാട്ടർ ആവും. അപ്പൊ ഇതിൽ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ആൽക്കൈൻ എഴുതിയ സെയിം ഫോർമുല അല്ല, അത് ഓർക്കണം. നമ്മൾ ആൽക്കൈന്റെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ്ഡ് ഇക്വേഷനിൽ, കമ്പഷൻ റിയാക്ഷൻ. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കംപ്ലീറ്റ് കമ്പഷൻ നടക്കാൻ 3 ഓക്സിജൻ ആണ് വേണ്ടത്. ദെൻ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉള്ളതുകൊണ്ട് 2 കാർബൺ ഡൈ ഓക്സൈഡും 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 വാട്ടറും ഫോം ചെയ്യും. അപ്പം ഇതാണ് റിയാക്ഷൻ. അപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആൽക്കൈന് വേറെ ഇക്വേഷൻ ആണ്, ആൽക്കീന് റിയാക്ഷൻ സെയിം ആണ്, പക്ഷെ ബാലൻസ് ചെയ്യുന്ന നമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് ഓർക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്, ഓക്സിഡേഷൻ വിത്ത് ഓക്സിജൻ. അതിനെയാണ് നമ്മൾ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഏതെങ്കിലും ഓക്സിഡൈസിങ് ഏജൻസിന്റെ പ്രസൻസിൽ വെച്ചിട്ടും നമുക്ക് ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ഓക്സിജൻ നടത്താൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ആൽക്കലൈൻ KMnO4, ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. Next reaction with alkaline
പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോ ഈ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്ച്വലി ഇതൊരു ഡയലൂട്ട്, കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതിന് നമ്മൾ പറയുന്ന പേര് ബേയേഴ്സ് റിയേജന്റ് എന്നാണ്. റിയേജന്റിന്റെ പേര് നോട്ട് ചെയ്യുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 known as Bayer's reagent. Dilute alkaline KMnO4 Bayer's reagent. നമ്മൾ ഏതെങ്കിലും KMnO4ന്റെ ആൽക്കലൈൻ KMnO4ന്റെ പ്രസൻസിൽ ഒരു ആൽക്കീനെ ഓക്സിഡേഷൻ നടത്തിയാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വിസിനൽ ഡയോൾസ് ആയിരിക്കും. വിസിനൽ ഡയോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും കോമ്പൗണ്ട് എന്ന് പറഞ്ഞേ? എന്താ ഈ വിസിനൽ ഡയോൾ? വിസിനലിന്റെ മീനിങ് എന്താ? CH2OH. ഓക്കെ, വിസിനൽ എന്ന് വെച്ചാൽ അഡ്ജസന്റ് എന്നാണ് മീനിങ്. അഡ്ജസന്റ് പൊസിഷനിൽ OH ഗ്രൂപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഇവിടെ, അഡിഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോ വിസിനൽ ഡയോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വിസിനൽ ഡയോൾ ആണ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതാണ് റിയാക്ഷൻ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് നമ്മുടെ ഓക്സിഡേഷൻ നടക്കുന്നത് കോൾഡ് ഡയലൂട്ട് KMnO4 ആണ്. അതിനുവേണ്ടി ഡയലൂട്ട് എന്ന് കാണിക്കാനാ വാട്ടർ മോളിക്യൂളിന്റെ പ്രസൻസും കൂടെ കൊടുത്തിട്ടുള്ളത്. Then alkaline ആണ്. അപ്പൊ KMnO4 ബാർ OH മൈനസ്. അപ്പൊ ഇത് ഡയലൂട്ട് ആയി, OH മൈനസ് വന്നപ്പോ ആൽക്കലൈൻ ആയി, KMnO4 ഡയലൂട്ട് ആൽക്കലൈൻ KMnO4. ആക്ച്വലി കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 ആണ്. കോൾഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് 273 കെൽവിൻ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ മനസ്സിലാവുമല്ലോ, കോൾഡ് ആണ്, ഡയലൂട്ട് ആണ്, ആൽക്കലൈൻ KMnO4. അത് വെച്ചിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഓരോ OH ഗ്രൂപ്പ് വന്ന് ഈ ഡബിൾ ബോണ്ടിൽ ആഡ് ചെയ്യും. അപ്പൊ CH2OH CH2OH. ഇതിന് പറയുന്ന പേരാണ് എത്തിലീൻ ഗ്ലൈക്കോൾ ഓർ ഈഥെയ്ൻ 1,2 ഡയോൾ എന്നും പറയാം. എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും രണ്ട് OH ഗ്രൂപ്പ്. സോ ഈഥെയ്ൻ 1,2 ഡയോൾ, commonly known as vicinal glycol or vicinal diol. ഇതാണ് കോൾഡ് ഡയലൂട്ട് ആൽക്കലൈൻ KMnO4 or Bayer's reagentുമായിട്ടുള്ള റിയാക്ഷൻ. ആക്ച്വലി KMnO4ന്റെ കളർ എന്തുവാ? എന്താണ്? വയലറ്റ് ആണോ? ഒരു പർപ്പിൾ കളർ ആണ് ആക്ച്വലി KMnO4ന്റെ കളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ബേയേഴ്സ് റിയേജന്റ് വെച്ചിട്ട് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ KMnO4ന്റെ കളർ അവിടെ ഡിസപ്പിയർ ചെയ്യും, കളർ ഡിസ്ചാർജ് ചെയ്യും, പർപ്പിൾ കളർ ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഈ ഒരു റിയാക്ഷനും നമുക്ക് അൺസാച്ചുറേഷന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ എടുക്കുക, അതിലേക്ക് KMnO4 ആഡ് ചെയ്യുമ്പോൾ KMnO4ന്റെ കളർ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അത് അൺസാച്ചുറേഷന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ബേയേഴ്സ് റിയേജന്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിയാക്ഷനെ നമുക്ക് ബേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയാം. ബേയേഴ്സ് റിയേജന്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന അൺസാച്ചുറേഷൻ ടെസ്റ്റ്, അതിനെയാണ് ബേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വേറൊരു അൺസാച്ചുറേഷൻ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അൺസാച്ചുറേഷൻ പറയാനായിട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ ബ്രോമിൻ വാട്ടർ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ CCl4 റിയാക്ഷൻ ഓർമ്മയുണ്ടോ? ഒരു ആൽക്കീൻ എടുത്തു, ബ്രോമിൻ വാട്ടർ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ CCl4ുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ആ ഓറഞ്ച് റെഡ് കളർ ഡിസപ്പിയർ ചെയ്താലും അൺസാച്ചുറേഷന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞ റിയാക്ഷൻ ആൽക്കലൈൻ KMnO4ന്റെ പ്രസൻസിലാണ്.
അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിസിനൽ ഡയോൾ ആയിരിക്കും. അഡ്ജസൻ കാർബൺ ആറ്റത്തില് OH ഗ്രൂപ്പ് കിട്ടും. ദെൻ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് അസിഡിക് KMnO4-ലാണെങ്കിലോ ശ്രദ്ധിക്കുക, ആൽക്കലൈൻ KMnO4-നെ മാത്രമേ നമ്മൾ ബേയേഴ്സ് റിയേജന്റ് എന്ന് പറയത്തുള്ളൂ. അസിഡിക് KMnO4-ന് അങ്ങനെ പേരൊന്നുമില്ല, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അസിഡിക് KMnO4 എന്ന് തന്നെയായിരിക്കും പറയുന്നത്. നമ്മൾ അസിഡിക് KMnO4-മായിട്ടോ അല്ലെങ്കിൽ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ടോ റിയാക്ഷൻ നടത്തിയാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കഹോൾ ആയിരിക്കത്തില്ല. പകരം നമ്മൾ എടുക്കുന്ന ആൽക്കീനിന്റെ നേച്ചർ അനുസരിച്ച് അത് ആൽക്കഹോളോ കീറ്റോണോ ആയിരിക്കും പ്രോഡക്റ്റ്. CH2 എങ്ങനെയാ തന്നിട്ടുള്ള KMnO4 ആൽക്കലൈൻ ആണോ അസിഡിക് ആണോ എന്നറിയാം. KMnO4-ന്റെ കൂടെ OH മൈനസ് തന്നാൽ അത് ആൽക്കലൈൻ KMnO4 ആണ്. ഇതിന്റെ കൂടെ H+ തന്നാൽ അതിന്റെ മീനിങ് അസിഡിക് KMnO4 ആണ്. OH മൈനസ് ആണെങ്കിൽ ആൽക്കലൈൻ, H+ ആണെങ്കിൽ അസിഡിക്. അപ്പൊ ഈ ഒരു ആൽക്കീനെ നമ്മൾ അസിഡിക് KMnO4-ന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇത് ഇവിടെ ഒന്ന് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് 2 കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുക. 2HCOOH. ഈ ഒരെണ്ണം ഒരു COOH ആവും, ഒരു H റെഡി വരും. ഇതും അതുപോലെ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ആണെങ്കിലോ അസിഡിക് KMnO4 ആയാലും ഓർ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയാലും സെയിം റിയാക്ഷൻ ആണ്. ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് ആവും. then 2CH3COOH എന്ന് കിട്ടും. ഇത്രയും ചേർന്നിട്ട് അസിറ്റിക് ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുക. then നമ്മൾ എടുക്കുന്നത് ബ്രാഞ്ച്ഡ് ആൽക്കീൻ ആണെങ്കിൽ, അതായത് ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ചും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിലോ എങ്കിൽ ആ ഡബിൾ ബോണ്ട് CH2 മാറിയിട്ട് അവിടെ അത് കീറ്റോൺ ഗ്രൂപ്പ് ആയിട്ട് മാറും. ഇവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് ഈ ഗ്രൂപ്പ് മൊത്തത്തില് ഓക്സിജൻ ആയിട്ട് മാറും. അപ്പൊ CH3 C ഡബിൾ ബോണ്ടോ CH3 ആയിട്ട് മാറും. അപ്പോ ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് കീറ്റോൺ ആവും. ബ്രാഞ്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും, കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഇവിടെ കീറ്റോൺ മാത്രമല്ല, അപ്പൊ ഇവിടെ CH2 പോയി, ഓക്സിഡേഷൻ ആണ് നമ്മൾ നടത്തിയത്. ആ CH2 എലിമിനേറ്റ് ആയതുകൊണ്ട് അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് മാറും. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഇതാണ്, കീറ്റോൺ ആണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ദെൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വരും. ഇതിലെ കംപ്ലീറ്റ് കാർബണും കാർബോക്സിലിക് ആസിഡ് ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുക. അപ്പൊ ഇത്ര ഏതാ ഓക്സിഡേഷൻ റിയാക്ഷനിൽ KMnO4 വെച്ചിട്ടുള്ള 3 റിയാക്ഷൻസ് ഓർക്കുക. ഒന്നാമത്തേത് ബേയേഴ്സ് റിയേജന്റ് കോൾഡ് ആൽക്കലൈൻ KMnO4. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? വിസിനൽ ഡയോൾസ് ആയിരിക്കും. ദെൻ രണ്ടാമത്തത് അസിഡിക് KMnO4. അസിഡിക് KMnO4-ല് നമ്മൾ എടുക്കുന്ന ആൽക്കീന്റെ നേച്ചർ അനുസരിച്ച് പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡും ആവാം, അല്ലെങ്കിൽ കീറ്റോണും ആവാം. നമ്മൾ എടുക്കുന്നത് സ്ട്രേറ്റ് ചെയിൻ ആൽക്കീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കീൻ ആണ്. വേറെ എവിടെ ബ്രാഞ്ച് വന്നാലും കുഴപ്പമില്ല. ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കീൻ ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രം അത് കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ആവും. ഇതാണ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ടുള്ള റിയാക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ.
നെക്സ്റ്റ് റിയാക്ഷൻ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. കോമൺലി ചോദിച്ചിട്ട് ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈ കാർബോക്സിലിക്കും കീറ്റോണും അസിഡിക്കിലും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പ്രോഡക്റ്റ്? അസിഡിക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വിനീത. ആൽക്കലൈൻ ആണെങ്കിൽ ഒരേ ഒരു പ്രോഡക്റ്റ് ഉള്ളൂ, വിസിനൽ ഡയോൾ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ഓസോണോളിസിസ്. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓസോണോളിസിസ് നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാനും തരും, പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എഴുതാനും ഈ ഒരു സെക്ഷനിൽ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓസോണോളിസിസ് എന്ന് വെച്ചാൽ റിയാക്ഷൻ ഓഫ് ആൽക്കീൻ വിത്ത് ഓസോൺ, ഓസോണുമായിട്ടുള്ള ആൽക്കീന്റെ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിയാക്ഷൻ, ഞാനിപ്പോ ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കീന്റെ റിയാക്ഷൻ കാണിക്കാം. അപ്പൊ ഓസോണുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ഇന്റർമീഡിയറ്റിന് പറയുന്ന പേരാണ് ഓസോണൈഡ്. ദെൻ ആ ഇന്റർമീഡിയറ്റിന് നമ്മൾ സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താ? ആൽക്കീൻ ഉണ്ടാവും, അവിടെ ഒരു ഓസോൺ ഉണ്ടാവും, പ്രോഡക്റ്റ് ഒന്നുകിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഓക്കെ, ഇതിൽ എങ്ങനെയാ റിയാക്ഷൻ നടത്തുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ആൽക്കീൻ നോക്കുക. ഈ ആൽക്കീനിടയിൽ ഒരു ഡബിൾ ബോണ്ട്, ആ ഡബിൾ ബോണ്ടിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക. ഓസോണുമായിട്ടാണ് റിയാക്ഷൻ നടത്തേണ്ടത്. ദെൻ ബ്രേക്കേജ് 2 CH2. ആ CH2നെ HCH എന്ന് നമുക്ക് എഴുതാം. പ്രോഡക്റ്റ് എഴുതാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ എഴുതാം, HCH. CH2. ദെൻ അഗൈൻ HCH. ഇവിടുത്തെ ബോണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത ബോണ്ട്, 2 ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്, ഒരു ഡബിൾ ബോണ്ട്. ദാറ്റ് മീൻസ് ഓരോ സിംഗിൾ ബോണ്ട് വീതം ഉണ്ടായിരുന്നു. ദെൻ അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ അത് 4 ബോണ്ടായി. 4 ബോണ്ട് അല്ല എന്ന് വെച്ചാൽ ഒന്നിനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 പാർട്ട് ആവത്തില്ലേ? സോ 2 ബോണ്ടിനെ കട്ട് ചെയ്തപ്പോൾ 4 പാർട്ട് കിട്ടി. ഞാൻ ഒരു പാർട്ട് ഇവിടെ കൊടുത്തു, ഒരു പാർട്ട് ഇവിടെ, ഒരു പാർട്ട് ഇങ്ങനെ കൊടുത്തു. ദെൻ ഓരോ ഗ്യാപ്പിലും ഓസോൺ എന്ന് വെച്ചാൽ 3 ഓക്സിജൻ ആണ്, ഓരോ ഓക്സിജൻ കൊടുത്തു. ദെൻ ഈ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇപ്പൊ നമ്മളിലെ ഒരു വീട് പോലെ ആയില്ലേ? ഇതിന് പറയുന്ന പേരാണ് ഓസോണൈഡ്. ഏത് ആൽക്കീൻ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അപ്പൊ 4 പാർട്ട് കിട്ടും. ആ 4 പാർട്ട് ഇതിന്റെ 4 സൈഡിലായിട്ട് കൊടുക്കുക. ദെൻ എല്ലാത്തിനും ഇടയിൽ ഓക്സിജൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ഓസോണൈഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഓസോണൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തണം ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്. സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യാം. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഈ നമുക്കൊരു വീട് ഉണ്ടായില്ല ഓസോണൈഡ്, അത് ബ്രേക്ക് ആവും. ഇങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി കിട്ടിയ പ്രോഡക്റ്റ് ചേർത്ത് ഇവിടെ നമുക്ക് HCHO, ഇവിടെയും HCHO, 2 HCHO ആണ് പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് 2 HCHO. HCHO എന്ന് വെച്ചാൽ എന്താ? മെത്തനാൾ. ആൽഡിഹൈഡ് ആണ്, ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാൾ എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ റിയാക്ഷൻ. ഞാൻ വേറെ കുറച്ചും കൂടെ വലിയൊരു ഏതാ ഒരു ആൽക്കീൻ എഴുതാം. CH3 ഓസോണോളിസിസ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യാ? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആക്കി. ഇനി ബാക്കി ചേർത്ത് ചെയ്ത് ഇതിന്റെ ഒന്നിൽ കൂടുതൽ കാർബൺ ആറ്റം ഒരു സൈഡിൽ ഉള്ളത് കൊണ്ട് HCH ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഇതുപോലെ തന്നെ എഴുതി പോയാൽ CH3 CH again CH CH3. ഇവിടുത്തെ ബോണ്ടാ നമ്മൾ ബ്രേക്ക് ചെയ്തത്. ആ ബോണ്ട് ഇങ്ങനെ കൊടുത്തു 1 2 3 4.
Then എല്ലാ ഗ്യാപ്പിലും ഓക്സിജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. ഓസോണിന് 3 ഓക്സിജൻ, 1 2 3. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരെന്താ? എന്താണ്? ഓസനൈഡ്. ഓസണൈഡ്. Then ഇതിനെ നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യാം. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആവും. പ്രോഡക്റ്റ് എന്താ? CH3CHO. ഇവിടെ CH3CHO. അപ്പോ 2CH3CHO ആയിരിക്കും പ്രോഡക്റ്റ്. ഇവിടെയും ആൽഡിഹൈഡ് തന്നെയാണ് കിട്ടിയത്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിന് ഓസോണോളിസിസ് നടത്താൻ വിചാരിക്കും. എന്താ ചെയ്യാ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് ഈ ബോണ്ട് ബ്രേക്ക് ആവും. Then CH3 CH3. Again ഇവിടെ CH2. എൻഡില് ഡബിൾ ബോണ്ട് വന്നാൽ അതിനെ HCH എന്ന് എഴുതാം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ HCH. Then ഡബിൾ ബോണ്ട് 4 പാർട്ടായി ഇത് ഇങ്ങനെ കൊടുത്തു. എല്ലായിടത്തും ഓക്സിജൻ കൊടുക്കുക. Then ഹൈഡ്രോളിസിസ് ചെയ്യാം. ബ്രേക്ക്. ഇതിൽ എന്താ പ്രോഡക്റ്റ് കിട്ടാ? നോക്കിക്കേ, ഇവിടെ CH3CO CH3 CO CH3. ഈ സൈഡിലാണെങ്കിലോ HCHO. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് കിട്ടിയത് കീറ്റോണും ആൽഡിഹൈഡും ആണ്. അപ്പം ഇതിലും നമുക്ക് എളുപ്പത്തിൽ പ്രോഡക്റ്റ് ചെയ്ത് ഇത്രയും ഓർക്കാം. നമുക്കുള്ളത് ഒരു സ്ട്രേറ്റ് ചെയിൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കീൻ ആണെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ആൽഡിഹൈഡ് മാത്രമായിരിക്കും. ഡബിൾ ബോണ്ട് പൊസിഷനിൽ ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് പൊസിഷൻ എങ്കിൽ ഇതുപോലെ ആ പൊസിഷനിൽ ബ്രാഞ്ച് വന്നാൽ ആ പ്രോഡക്റ്റ് കീറ്റോൺ ആയിരിക്കും. ഡബിൾ ബോണ്ട് പൊസിഷനിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കീറ്റോൺ, ഇല്ലെങ്കിൽ ആൽഡിഹൈഡ്. അപ്പൊ ഇതാണ് നമുക്ക് റിയാക്ടന്റ് തന്നിട്ട് പ്രോഡക്റ്റ് എഴുതാനുള്ള മെത്തേഡ്. ചിലപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് തരും, എന്നിട്ട് റിയാക്ടന്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഇപ്പൊ ഓസോണോളിസിസ് നടത്തിയപ്പോ സപ്പോസ് ഇത് തന്നെ നോക്കാം. ഇങ്ങനെയാണ് എക്സാമിന് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓസോണോളിസിസ് നടത്തിയപ്പോ കിട്ടിയ പ്രോഡക്റ്റ് ഒരു അസറ്റോണും ഈ ഒരു കോമ്പൗണ്ടിന് CH3CO CH3, ദാറ്റ് മീൻസ് പ്രൊപ്പനോൺ. പ്രൊപ്പനോണിന്റെ കോമൺ നെയിം ആണ് അസറ്റോൺ. അപ്പൊ അസറ്റോണും ഫോമാൽഡിഹൈഡും ആണ് പ്രോഡക്റ്റ് കിട്ടിയത്. എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത ആൽക്കീൻ ഏതാണ് അല്ലെങ്കിൽ റിയാക്ടന്റ് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ചെയ്താൽ മതി. പ്രോഡക്റ്റ് നോക്കുക. പ്രോഡക്റ്റിലെ ഓക്സിജൻ എന്തായാലും പ്രോഡക്റ്റില് ഒരു ആൽഡിഹൈഡ് ആണെങ്കിലും ഒരു കീറ്റോൺ ആണെങ്കിലും, 2 കീറ്റോൺ ആണെങ്കിലും 2 ആൽഡിഹൈഡ് ആണെങ്കിലും അതിൽ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ചേർന്ന് വരുന്ന രീതിയിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് ഇത് CH3CO CH3 ആണ്. ഇങ്ങനെയല്ല, CH3CO CH3. Then അത് HCHO ആണ്. സോ OHCH. ഓക്സിജൻ രണ്ടും അടുത്തടുത്ത് വരുന്ന രീതിയിൽ ചേർത്തെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ഓക്സിജനെ ജസ്റ്റ് അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഓക്സിജന് പകരം അവിടെ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് കൊടുക്കുക. നോക്കിക്കേ, റിയാക്ടന്റ് ആയില്ലേ? ക്ലിയർ ആയോ? ഓക്സിജൻ വരുന്ന രീതിയിൽ, ഓക്സിജൻ അടുത്ത് വരുന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ ചേർത്തേക. ദെൻ ആ ഓക്സിജൻ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ആ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് റിയാക്ടന്റ് കിട്ടും. ഈ പ്രോഡക്റ്റാ ഞാൻ എടുത്തത്. റിയാക്ടന്റ് ഉണ്ട്, ഇതല്ലേ റിയാക്ടന്റ്. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഇതിലെങ്ങനെ എഴുതാം. ഇത് ഇവിടെ നമുക്ക് കിട്ടിയത് 2
ഏതാ അസെറ്റാൽഡിഹൈഡ് ആണ്, 2 ആൽഡിഹൈഡ് ആണ് കിട്ടിയത്. അപ്പോ റിയാക്ടന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 ആൽഡിഹൈഡിനെ ഓക്സിജൻ അടുത്ത് വരുന്ന രീതിയിൽ ചേർത്ത് എഴുതാം. CH3 CHO, then അടുത്തത് OHC CH3. നെക്സ്റ്റ് എന്താ? ഓക്സിജൻ എലിമിനേറ്റ് ചെയ്യുക, അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കുക. ക്ലിയർ? ഓക്കെ. ഇത് മിക്കവാറും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. റിയാക്ടന്റ് തന്നിട്ട് പ്രോഡക്റ്റും ചോദിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്നിട്ട് റിയാക്ടന്റ് എഴുതാനും ചോദിക്കും. ഓക്കെ. അപ്പോ ഒരു ഹൈഡ്രോ കാർബണിലെ മൾട്ടിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിയാക്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഓസനോളിസിന്റെ ആപ്ലിക്കേഷൻ എന്ന് എഴുതി വെച്ചേ. ഓസനോളിസിന്റെ ആപ്ലിക്കേഷൻ. ഓസനോളിസിസ് help to locate the multiple bond and hence the structure of parent hydrocarbon. Ozonolysis helps to locate the multiple bond and hence the structure of parent hydrocarbon. ഇപ്പൊ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഡബിൾ ബോണ്ട് പൊസിഷനിൽ ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ അവിടെ ആൽഡിഹൈഡ് ആയിരിക്കും. ഡബിൾ ബോണ്ട് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് കീറ്റോൺ ആയിരിക്കും. അപ്പൊ ഇതാണ് ഓസോണോളിസിസ്. നെക്സ്റ്റ് റിയാക്ഷൻ പോളിമറൈസേഷൻ. അടുത്ത റിയാക്ഷൻ പോളിമറൈസേഷൻ. ആപ്ലിക്കേഷൻ ഇതിന്റെ ആപ്ലിക്കേഷൻ. ഓസോണോളിസിസ് helps to locate. Ozonolysis helps to locate. Hence the structure of Hence the structure of parent hydrocarbon. Hence the structure of parent hydrocarbon. Okay. Okay. നെക്സ്റ്റ് റിയാക്ഷൻ പോളിമറൈസേഷൻ. ഇപ്പൊ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ആകുന്ന ആ പ്രോസസ് ആണ് പോളിമറൈസേഷൻ. നിങ്ങൾ പോളിമേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ സിമ്പിൾ മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് മാറും. ആ ഓരോ സിംഗിൾ മോളിക്യൂളിനെയും ഓരോ മോണോമേഴ്സ് എന്നും ആ ലാർജ് മോളിക്യൂളിനെ പോളിമർ എന്നും പറയാം. ഇപ്പൊ മോണോമർ പോളിമറൈസേഷൻ നടന്നിട്ട് പോളിമർ ഫോം ചെയ്യും. ഇപ്പം നമ്മളിപ്പോ ആൽക്കീൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കീൻ ആണ് ഈത്തീൻ. അപ്പൊ n നമ്പർ ഓഫ് ഈത്തീൻ പോളിമറൈസേഷൻ നടക്കുക. പോളിമറൈസേഷൻ നടക്കുന്നത് നോർമലി നടക്കാറില്ല. ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, ഏതെങ്കിലും കാറ്റലിസ്റ്റ് ഇതിന്റെയൊക്കെ പ്രസൻസിൽ മാത്രമേ പോളിമറൈസേഷൻ നടക്കാറുള്ളൂ. അപ്പൊ ഇവിടെ പ്രഷർ വേണം, ടെമ്പറേച്ചർ വേണം, കാറ്റലിസ്റ്റ് വേണം. പോളിമർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ബോണ്ട് മാത്രം നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ആ കാർബണിന്റെ രണ്ട് സൈഡിലും കൊടുക്കും. CH2 സിംഗിൾ ബോണ്ട് CH2. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് n ടൈംസ്. ഇതാണ് പോളിമറൈസേഷൻ. ഈ ഒരു പോളിമറിന് പറയുന്ന പേരെന്താ? പോളിത്തീൻ. പോളിത്തീൻ. നമ്മൾ ഈത്തീൻ മോളിക്യൂളിനെ പോളിമറൈസേഷൻ ചെയ്താൽ കിട്ടുന്നത് പോളി ഈത്തീൻ ആണ്. ദാറ്റ് മീൻസ് പോളിത്തീൻ. n number of CH3. ഇതിന് പ്രൊപ്പീനെ പോളിമറൈസേഷൻ നടക്കുക. എന്തായിരിക്കും കിട്ടുക? പ്രൊപ്പീനിലെ ആ ഡബിൾ ബോണ്ടിനെ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക. എന്താ ഇത് കിട്ടുന്നേ? പോളിപ്രൊപ്പീൻ.
ഏതാ ടച്ച് ചെയ്തിട്ട് ആ 2 കാർബണിന്റെയും 2 സൈഡിലായിട്ട് ആ ബോണ്ട് കൊടുക്കുക. അപ്പോ CH നമുക്ക് എഴുതാൻ എളുപ്പത്തിന് ഈ CH3 ഞാൻ താഴെ എഴുതാം. CH3 ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, അത് ഒരെണ്ണം ഇവിടെ കൊടുത്തു, ഒരെണ്ണം ഇവിടെ കൊടുത്തു, 2 സൈഡിൽ കൊടുത്തു. Then square bracket n times. പ്രൊപ്പീനെ പോളിമറൈസേഷൻ ചെയ്താൽ കിട്ടുന്നത് പോളിപ്രൊപ്പീൻ. ഇതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ ഇത്രയായപ്പോഴത്തേക്കും ആൽക്കീൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ആൽക്കീനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ആൽക്കീന്റെ നമ്മൾ പ്രിപ്പറേഷൻ പഠിച്ചു, ദെൻ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ആൽക്കീനിൽ ഡൗട്ട് ഉണ്ടോ? ആന്റി മാർക്കോണിക് റൂൾ പറഞ്ഞില്ലേ, അത് SBR മാത്രം അപ്ലിക്കബിൾ ആവുള്ളൂ. ആന്റി മാർക്കോണിക് HBr സിംഗിൾ ആയിട്ട് വന്നാൽ മാർക്കോനിക്കോസ് ആണ്. HBrന്റെ കൂടെ പെറോക്സൈഡും കൂടെ വന്നാൽ മാത്രം ആന്റി മാർക്കോനിക്കോസ്. അത് HBr മാത്രമേ ഉള്ളൂ. HBr പ്ലസ് പെറോക്സൈഡ്. ഇപ്പൊ HCl പ്ലസ് പെറോക്സൈഡ് വരാം, HI പ്ലസ് പെറോക്സൈഡ് വരാം, HF പ്ലസ് പെറോക്സൈഡ്. ഏത് വന്നാലും മാർക്കോനിക്കോഫ് ആണ്. അത് സിംഗിൾ ആയിട്ട് വന്നാലും മാർക്കോനിക്കോഫ് ആണ്. പക്ഷെ HBr പെറോക്സൈഡിന്റെ കൂടെ വന്നാൽ മാത്രം ആന്റി മാർക്കോനിക്കോസ്. മാം ഈ പോളിമറൈസേഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുമോ? ആൻസറിൽ ഡബിൾ ബോണ്ട് വരത്തില്ല. ഇപ്പൊ മൾട്ടിപ്പിൾ ഒരുപാട് ബോണ്ട് ഉള്ള ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൻസറിൽ ഡബിൾ ബോണ്ട് വരാം. പക്ഷെ റിയാക്ടന്റിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ പ്രോഡക്റ്റിൽ ഡബിൾ ബോണ്ട് വരത്തില്ല. ഓക്കെ. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ആ എൻഡ് സൈഡിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ. An alkene on reaction with O3. An alkene on reaction with O3. O3 എന്ന് വെച്ചാൽ ഓസോൺ. And zinc bar H2O. O3 and zinc bar H2O gives propanone. And ethanol. Propanone and ethanol in equimolar ratio. An alkene A on reaction with O3 and zinc bar H2O gives propanone and ethanol in equimolar ratio. Full stop. Addition of HCl to alkene. Addition of HCl to alkene A, capital letter A, gives B as the major product. A gives B as the major product. B as the major product. The structure of product B is. Option C.
സി ആണോ? സിയോ? സി. ആ കറക്റ്റ് ആക്കിയത് സി. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. സി ആണോ മാം? ആ സി ആണ് പ്രോബ്ലം. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആൽക്കീൻ ഓസോണുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോ ദെൻ ഹൈഡ്രോളിസിസ് ചെയ്തപ്പോ പ്രൊപ്പനോളും എത്തനാളും കിട്ടി. ദെൻ അതില് HCl നമ്മൾ ആഡ് ചെയ്തപ്പോ എന്താ കിട്ടിയേ? അല്ല, എ ആൽക്കീനില് HCl ആഡ് ചെയ്തപ്പോ നമുക്ക് ബി എന്നൊരു പ്രോഡക്റ്റ് കിട്ടി. ആ ബിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ആൽക്കീൻ ഏതാന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രോഡക്റ്റില് ഓക്സിജൻ അടുത്ത് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ പ്രോഡക്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പനോണും എത്തനാളും. പ്രൊപ്പനോൺ എന്ന് വെച്ചാൽ CH3 C ഡബിൾ ബോണ്ട് OCH3 ആണ്. എത്തനാൾ എന്ന് വെച്ചാൽ CH3 CHO ആണ്. ഇത് രണ്ടുമാണ് പ്രോഡക്റ്റ്. അപ്പൊ ഇത് ഓസോണോളിസിസിന്റെ പ്രോഡക്റ്റ്. ഇതിന് എങ്ങനെയാ നമ്മൾ റിയാക്ടന്റ് ചെയ്യുക? ഓക്സിജൻ അടുത്തുകൊണ്ട് വരും. CH3 CO CH3 plus OHC CH3. ഓക്സിജൻ മാറ്റാം, അവിടെ ഡബിൾ ബേസിസിലാണ്. അപ്പൊ എന്തായിരിക്കും കിട്ടുക? നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് പോസിറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ഇവിടെ സി എന്ന് വരും, ഇവിടെ H വരും. അപ്പൊ പ്രോഡക്റ്റ് CH3 CCl CH3 CH2 CH3. Correct answer option C. Next question. A single compound of the structure. A single compound of the structure. Structure area. Single compound of the structure. ഇതാണ് സ്ട്രക്ചർ. സിംഗിൾ കോമ്പൗണ്ട് ഓഫ് ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ വരച്ചിട്ട് ഈസ് obtainable from ozonolysis of which of the following cyclic compounds? Which of the following cyclic compounds is obtainable from ozonolysis of which of the following cyclic compounds? Options.
ഏതാ കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. കറക്റ്റ് ആണ് നമ്മൾ. ഓപ്ഷൻ ഡി. എങ്ങനെയാ കിട്ടുന്നത്? ഒന്നുകിൽ നിങ്ങൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഓസറോളിസിസ് നടത്തുന്ന പോലെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് എഴുതി നോക്കുക. അല്ലെങ്കിൽ ഈ റിയാക്ടന്റിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റിലോട്ട് പോകാം. എങ്ങനെയാ പോകുന്നത്? ഈ ഓപ്ഷൻ ചേർന്ന് വരുന്ന രീതിയിൽ എടുക്കാം. 1 2 3 4 5 5 കാർബൺ. 1 2 3 4 5 5 കാർബൺ. അതിൽ മൂന്നാമത്തെ കാർബണിൽ 1 2 3 4 5 മൂന്നാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലും ഓരോ CH3. Then ഇവിടെ രണ്ടിടത്താണ് ഓക്സിജൻ തന്നിട്ടുള്ളത്. സോ ഓക്സിജൻ മാറ്റിയിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, തേർഡ് പൊസിഷനിലും ഫിഫ്ത് പൊസിഷനിലും CH3, ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതാ വരിക? ഡബിൾ ബോണ്ട് പൊസിഷനിൽ ഒരു CH3 ഉണ്ട്, ഡബിൾ ബോണ്ട് ഇല്ലാത്ത പൊസിഷനിൽ ഒരു CH3. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി. ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ട്രക്ചറിൽ നമ്പർ ചെയ്ത് നോക്കിയാൽ ഡബിൾ ബോണ്ട് പൊസിഷനിൽ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യും. 1 then 2 3 4 5 ഇങ്ങനെയല്ലേ വന്നത്? അപ്പൊ ഇത് 1 2 3 4 5 നമ്പറിൽ നോക്കിയാൽ മതി. സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പൊസിഷൻ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ട് നോക്കുക. നമ്പർ ചെയ്യുന്നത് കറക്റ്റ് പൊസിഷനിൽ ഇതേ സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ കറക്റ്റ് ആൻസർ അതായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total number of 5 bond electrons. Total number of 5 bond electrons in the following structure is. Total number of 5 bond electrons in the following structure is. ഏതാ ആൻസർ കിട്ടിയേ? എട്ടാണോ? ഓക്കെ, 8 ആണ്.
കിട്ടാത്തവരെ വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കേ. എത്ര ഡബിൾ 5 ബോണ്ട് ഇലക്ട്രോൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എത്ര ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നോക്കുക. ഓരോ ഡബിൾ ബോണ്ടിലും എത്ര ഇലക്ട്രോൺ വീതം ഉണ്ടെന്ന് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കേ 1 2 3 4 4 ഡബിൾ ബോണ്ട്. ഓരോ ഡബിൾ ബോണ്ടിലും 2 ഇലക്ട്രോൺ. സോ 4 into 2 is equal to 8 electrons. Next question. In the following reaction, reaction anything. Reaction either, then the major products A and C are respectively. ഇതിലെ A യും C യും എന്താണെന്നാണ് question. Options ഏതൊക്കെ?
ബി ആണോ? ബി മാം. ഓക്കെ, കറക്റ്റ് ആൻസർ ബി ആ. ബി തന്നെയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ വേണ്ടല്ലോ. കിട്ടാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എച്ച് പ്ലസിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാം. എച്ച് പ്ലസിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ എന്താ വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ നടന്നിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇവിടെ വാട്ടർ, ഇവിടുത്തെ ഓയിൽസും ഇവിടുത്തെ എച്ചും ബീറ്റ ഹൈഡ്രജന്റെ എലിമിനേഷൻ നടന്നിട്ട് അവിടെ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ആയിരിക്കും ഫസ്റ്റ് ഫോം ചെയ്യും. ഇതാണ് മേജർ പ്രോഡക്റ്റ്. അപ്പൊ ഇതാണ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? സെയ്റ്റ്സഫ് റൂളിന്റെ ബേസിസിലാണ് നമ്മൾ മേജർ പ്രോഡക്റ്റ് പറയുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. രണ്ടാമത്തെ മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നതാണ് മൈനർ പ്രോഡക്റ്റ്. രണ്ട് ബീറ്റ പൊസിഷനിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഏതാണോ അത് മേജർ പ്രോഡക്റ്റും ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ മൈനർ പ്രോഡക്റ്റും ആണ്. ഇതാണ് എ. ഇനി എയില് നമ്മൾ HBrന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്താണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പെറോക്സൈഡും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാർക്കോനിക്കോസ് റൂൾ. അപ്പൊ മാർക്കോനിക്കോസ് റൂൾ എന്താ കിട്ടുക? ഇവിടെ Br വരും, ഇവിടെ H2 വരും. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആൽക്കൈൻ നോക്കാം. ആൽക്കീൻ കഴിഞ്ഞു, ഇനി ആൽക്കൈൻ. അപ്പൊ ആൽക്കൈൻ എന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണില് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. രണ്ട് കാർബണിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ജനറൽ ഫോർമുല ഒന്ന് പറഞ്ഞേ, ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല. CnH2n -2. ഓക്കെ, CnH2n -2 അതാണ് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല. അപ്പൊ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ പറഞ്ഞിട്ടുണ്ട്, അത് അസെറ്റിലീൻ ആണ്, ഓർ ഈത്തൈൻ. ഈ പേരുകൾ ഓർത്ത്, ഈ തീൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ആണ്. ഈ തീനിന്റെ കോമൺ നെയിം എത്തിലീൻ എന്നാണ്. അപ്പൊ ഈ തീൻ കോമൺ നെയിം എത്തിലീൻ. Then ഈത്തൈൻ, CH ട്രിപ്പിൾ ബോണ്ട് CH, ഇത് ഈത്തൈൻ ആണ്. ഈ തൈനിന്റെ കോമൺ നെയിം അസെറ്റിലീൻ എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ IUPAC നെയിമിന് പകരം കോമൺ നെയിം എക്സാമിന് തരും. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. ഈ തൈൻ എന്ന് വെച്ചാൽ അസെറ്റിലീനും ഈ തെയിൻ എന്ന് വെച്ചാൽ എത്തിലീനും ആണ്. അപ്പൊ കോമൺ നമ്മുടെ നോമൻക്ലേച്ചർ കൊടുക്കുമ്പോൾ ലാസ്റ്റ് YNE ചേർക്കുക. IUPAC നോമൻക്ലേച്ചറിൽ ലാസ്റ്റ് YNE, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഐസോമെറിസം, കോമൺലി ഇത് ചെയിൻ ഐസോമെറിസവും പൊസിഷൻ ഐസോമെറിസം ആണ് കാണിക്കുന്നത്. ആൽക്കൈൻ ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കത്തില്ല. പൊസിഷൻ ഐസോമെറിസവും ചെയിൻ ഐസോമെറിസവും ആണ് ആൽക്കൈൻ കാണിക്കുന്നത്.
അതും കൂടെ നോട്ട് ചെയ്യാം. ദെൻ ട്രിപ്പിൾ ബോണ്ടഡ് ആണെന്ന് വരുന്നു. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp sp. സ്ട്രക്ചർ ലീനിയർ. ലീനിയർ ആണ്. അപ്പൊ അതിലെ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് അതിന്റെ ആക്സിസിന്, ഇന്റർമോളിക്കുലാർ ആക്സിസിന് സിലിണ്ട്രിക്കലി സിമെട്രിക്കൽ ആണ്. ഈ ആക്സിസിന് ഡബിൾ ബോണ്ട് കഴിഞ്ഞായിരിക്കും സിലിണ്ട്രിക്കലി സിമെട്രിക്കൽ ആണ് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. ഒരു വിസിനൽ ഡൈഹാലൈഡ് എക്സ് എന്ന് പറയുന്നത് ഹാലജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഏതും ആവാം, ഒരു ഹാലജൻ. ഈ വിസിനൽ ഡൈഹാലൈഡ് എടുത്താണ് എലിമിനേഷൻ ആണ് നമുക്ക് ട്രിപ്പിൾ ബോണ്ടാണ് വേണ്ടത്. അപ്പൊ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആൽക്കഹോളിക് പൊട്ടാഷ് ആണ്. ദാറ്റ് മീൻസ് ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH പ്രസൻസിൽ റിയാക്ഷൻ നടത്തും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പില് ഒരു ഹാലജനും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ആവും. ഒരു ഹാലജനും തൊട്ടടുത്ത കാർബണിലെ ഒരു ഹൈഡ്രജൻ. അപ്പൊ എന്താ കിട്ടുക? CH. ഇവിടെ X ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയി, then CH2. ഇതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇതാണ് നമ്മൾ ആൽക്കഹോളിക് KOH പ്രസൻസിലെ റിയാക്ഷൻ നടത്താൻ ഇതായിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? ഒരു ആൽക്കീനൈൽ ഹാലൈഡ് ആണ്, ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഹാലൈഡ് ആണ് കിട്ടിയത്. ഇനി ഇതിനെ സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. സോഡമൈഡ് എന്ന് വെച്ചാൽ NaNH2. ഇതാണ് സോഡമൈഡ്. ഫസ്റ്റ് ആൽക്കഹോളിക് KOH റിയാക്ഷൻ നടത്തി, ദെൻ സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ അടുത്ത എക്സും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ആവും. ദെൻ CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടും, സോഡമൈഡുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ, ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡിനെ ആദ്യം നമുക്ക് എന്താ? ആൽക്കഹോളിക് KOH റിയാക്ഷൻ നടത്തുക. അപ്പൊ ഒരു ആൽക്കൈൽ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുക. അപ്പൊ നെക്സ്റ്റ് ആൽക്കൈൽ ഹാലൈഡ് പോയിട്ട് എന്താ ഫോം ചെയ്യുക? ഒരു ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡിന്റെ എലിമിനേഷൻ ആണ് നടക്കുന്നത്. സോ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയാം. വിസിനൽ ഡൈഹാലൈഡ്സിൽ നിന്ന് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, അതിന് പറയുന്ന പേരാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡ്. ആകെ രണ്ട് മെത്തേഡ് നമുക്ക് പ്രിപ്പറേഷനിൽ പഠിക്കാറുള്ളൂ. രണ്ടാമത്തെ മെത്തേഡിന് നമ്മൾ ആൽക്കൈൻ പഠിച്ച സമയത്ത് മീത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മീത്തൈന്റെ മാത്രം പ്രിപ്പറേഷൻ, അലുമിനിയം കാർബൈഡും കോൾഡ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. അതുപോലെ ഈത്തൈൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് കാൽസ്യം കാർബൈഡ് ആണ്. കാൽസ്യം കാർബൈഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. ആൽക്കൈൻ മീത്തൈൻ ആണെങ്കിൽ നമ്മൾ അലുമിനിയം കാർബൈഡ് എടുത്തു. ഇവിടെ നമുക്ക് കാൽസ്യം കാർബൈഡ് എടുക്കാം. ദെൻ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തുക. അപ്പൊ നമുക്ക് ഈത്തൈൻ ആയിട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഈ രണ്ട് മെത്തേഡ് ആൽക്കൈനിന്റെ പ്രിപ്പറേഷന് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. ഒന്ന് വേഗം നോക്കിക്കേ പ്രിപ്പറേഷൻ. മാം ആ രണ്ടാമത്തേത് ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, അത് ഈത്തൈനിന്റെ ഈത്തൈൻ മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്താ? ഫ്രം കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. കാൽസ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഈ കാൽസ്യം കാർബൈഡ്, ഈ രണ്ട് കാർബൺ
CH ട്രിപ്പിൾ ബോണ്ട് CH ആയിട്ട് മാറും. ബാക്കി കാൽസ്യവും വാട്ടറിലെ OH കൂടെ ചേർന്നിട്ട് എന്താ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആക്കി എലിമിനേറ്റ് ആവും. മനസ്സിലായോ മുനീറ? ഓക്കെ. Then properties ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ആൽക്കൈനിന്റെ, അതായത് അതിലെ ഫസ്റ്റ് മെമ്പർ ആണ് അസെറ്റിലീൻ ഓർ ഈത്തൈൻ. ഈത്തൈനിന്റെ ഒരു ഗാർലിക് ഓർഡർ ആണുള്ളത്. ഫസ്റ്റ് മെമ്പറായ ഈത്തൈനിന്റെ സ്മെല്ല് ഗാർലിക് സ്മെല്ലാണ്, ഗാർലിക് ഓർഡർ ആണുള്ളത്. ബാക്കി എല്ലാ മെമ്പേഴ്സും കളർലെസ്സും ആണ്, ഓർഡർലെസ്സും ആണ്. ഈത്തൈൻ ഗാർലിക് ഓർഡർ ആണ്, ബാക്കിയെല്ലാം കളർലെസ്സും ഓർഡർലെസ്സും. Then alkynesലെ first 3 members gases ആണ്. Ethine, propyne, butane. ഇത് മൂന്നും gases. Next 8 members liquid ആണ്. Next 8 മാത്രമേ ഇതിൽ ലിക്വിഡ് ഉള്ളൂ. ബാക്കി ഹയർ മെമ്പേഴ്സ് എല്ലാം നോർമലി പറയുന്ന പോലെ സോളിഡ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് 3 members gases, നെക്സ്റ്റ് 8 members liquid, ഹയർ മെമ്പേഴ്സ് സോളിഡ്സ്. ഈ ആൽക്കൈനും വാട്ടർ ഇൻസോലുബിൾ ആണ്, പക്ഷേ ഓർഗാനിക് സോൾവെന്റ്സിൽ റെഡിലി സോലുബിൾ ആണ്. വാട്ടർ ഇൻസോലുബിൾ, ഓർഗാനിക് സോൾവെന്റ്സിൽ റെഡിലി സോലുബിൾ ആണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡെൻസിറ്റിയും ഇതെല്ലാം മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നോർമലി പോലെയുള്ള റിയാക്ഷൻസ്. ഫസ്റ്റ് റിയാക്ഷൻ അഡിഷൻ റിയാക്ഷൻ ആണ്. ഇതിലെ അഡിഷൻ റിയാക്ഷന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ആണ് ആൽക്കൈൻസിൽ നടക്കുന്നത്. ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ആണ്. അപ്പൊ അഡിഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ അഡിഷൻ നടക്കാം, ഹാലജന്റെ അഡിഷൻ നടക്കാം, ഹൈഡ്രജൻ ഹാലൈഡിന്റെ അഡിഷൻ നടക്കാം, ദെൻ വാട്ടറിന്റെ അഡിഷൻ നടക്കാം. അപ്പൊ അഡിഷൻ റിയാക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ, ഹാലജൻ, ദെൻ ഹൈഡ്രജൻ ഹാലൈഡ് ആൻഡ് വാട്ടർ. ഇത്രയും അഡിഷൻ റിയാക്ഷൻസ് പഠിക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ ഓരോ ബോണ്ടിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഹൈഡ്രജൻ വേണം. അപ്പൊ ഇവിടെ 2 ബോണ്ടിനെ നമുക്ക് അഡിഷൻ നടത്തുന്നതുകൊണ്ട് 4 ഹൈഡ്രജൻ. ദാറ്റ് മീൻസ് 2H2O. ഫസ്റ്റ് മോളിക്യൂൾ ഹൈഡ്രജൻ വന്ന് ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും, സെക്കൻഡ് മോളിക്യൂൾ ഹൈഡ്രജൻ വന്ന് രണ്ടാമത്തെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ദെൻ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ ഹൈഡ്രജന്റെ അഡിഷൻ എങ്ങനെയാ നടക്കുന്നത്? നിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ പ്ലാറ്റിനം, പലേഡിയം, അതിന്റെ ആ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 523 to 573 കെൽവിൻ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഈ റിയാക്ഷൻ നമുക്ക് സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ എന്ന് പറയാം. 523 to 573 സെബറ്റീർ സെന്ററീൻസ് റിഡക്ഷൻ. ദെൻ ഹാലജന്റെ അഡിഷൻ. ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സെയിം റിയാക്ഷൻ തന്നെ, ഹൈഡ്രജന് പകരം അവിടെ ഹാലജൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കാറ്റലിസ്റ്റ് ഒന്നും, പ്രത്യേകിച്ച് കാറ്റലിസ്റ്റ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2Br2. എന്തായിരിക്കും പ്രോഡക്റ്റ്? CH Br2 സിംഗിൾ ബോണ്ട് CH Br2. ഓരോ ബോണ്ടിനും 2 ഹാലജൻ വരും. ഓക്കെ, ഹൈഡ്രജന് പകരം ഹാലജൻ വരും, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ റിയാക്ഷൻ ഹൈഡ്രജൻ ഹാലൈഡിന്റെ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് CH ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഫസ്റ്റ് ഒരു ഹൈഡ്രജൻ ഹാലൈഡിന്റെ അഡിഷൻ നടക്കും, എന്നിട്ടായിരിക്കും രണ്ടാമത്തെ ഹൈഡ്രജൻ ഹാലൈഡിന്റെ അഡിഷൻ.
ഇവിടെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മാർക്കോനിക്കോസ് റൂള് തന്നെയാണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പില് ഒരു HCl അഡിഷൻ നടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH Cl ഫോം. ദാറ്റ് മീൻസ് H പ്ലസും Cl മൈനസും. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് H പ്ലസ് പോവും, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് Cl മൈനസ് വരും. ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഹൈഡ്രജൻ കൊടുക്കാം, എവിടെ വേണമെങ്കിലും ഹാലജൻ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ഒന്നാമത്തെ മോളിക്യൂൾ HCl അഡിഷൻ നടന്നപ്പോൾ. ഇനി രണ്ടാമത്തെ HCl അഡിഷൻ നടന്നാലോ? നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ നോക്കിയപ്പോ ഇത് അൺസിമെട്രിക്കൽ ആൽക്കീൻ ആയി. സോ negative part goes to carbon containing less number of hydrogen atom and positive part goes to carbon containing more number of hydrogen atom. Appo product endha? CH3 single bond CHCl Cl. ഇതാണ് product. Clear ആയോ? Clear ആണോ? ക്ലിയർ ആണ് മാം. Okay. Next, water in addition. വാട്ടർ അഡിഷൻ നടക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ്. എന്താ? ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലാണ് വാട്ടർ അഡിഷൻ നടക്കുന്നത്. ഇവിടെ നേരത്തെ പോലെ മാർക്കോനിക്കോസ് റൂള് പോലെ തന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് H പ്ലസും OH മൈനസും ആയിട്ട് മാറും. പോസിറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഹൈഡ്രജൻ പോവാം, എവിടെ വേണമെങ്കിലും OH വരാം. ഒരു മോളിക്യൂൾ വാട്ടറെ ആഡ് ചെയ്യുന്നു. സോ ഒരു ബോണ്ട് മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പില് ബ്രേക്കിംഗ് നടക്കുള്ളൂ. CH2 single bond CHOH. Sorry, ഇവിടെ ഡബിൾ ബോണ്ട് CHOH. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ദെൻ ഈ കിട്ടിയ പ്രോഡക്റ്റ് ഇത് നോക്കിക്കേ, ഡബിൾ ബോണ്ട് ഉണ്ട്, OH ഉണ്ട്, ഈനോൾ ആണ്. ഈ ഡബിൾ ബോണ്ട് OH എന്ന് വെച്ചാൽ ആൽക്കഹോൾ ഓൾ ഗ്രൂപ്പ് എന്ന് പറയും. ഈനോൾ കോമ്പൗണ്ട് ആണ് ഈ വാട്ടർ അഡിഷൻ നടത്തിയപ്പോൾ ആദ്യം ഫോം ചെയ്തത്. ദെൻ ഇതിന് ഐസോമറൈസേഷൻ നടക്കും. ഈനോളിന് ഐസോമറിസം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ OHന്റെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. OHന്റെ ആ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ഓക്സിജന്റെ ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഐസോമറൈസേഷൻ നടക്കുമ്പോൾ ബോണ്ടിന്റെ ഷിഫ്റ്റിംഗ് ഉണ്ടാവും. എന്നിട്ട് അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടെ ഫ്രീ ആയി, ആ ബോണ്ട് ബ്രേക്ക് ആയി, ആ ഹൈഡ്രജൻ വന്നു ഈ CH2 അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്താവും? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് O. ദാറ്റ് മീൻസ് CHO. കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ്. അപ്പൊ നമ്മൾ എടുത്ത ആൽക്കീൻ ഈത്തൈൻ ആണ്. ഈത്തൈനില് നമ്മൾ എന്താ ചെയ്തേ? വാട്ടർ അഡിഷൻ നടത്തി ദെൻ ഐസോമറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ്. ഇനി വേറൊരു ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ CH3 പ്രൊപ്പൈൻ. പ്രൊപ്പൈനില് വാട്ടർ അഡിഷൻ നടത്തിയാലോ? നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇവിടെ OH വരുന്നത് ഈ കാർബൺ, സെക്കൻഡ് കാർബൺ. CH3 COH ഡബിൾ ബോണ്ട് CH2. അപ്പോഴേ ഈനോണ്ട് ഓളുണ്ട്, ഈനോൾ ഗ്രൂപ്പ്. ഇനി എന്താ സംഭവിക്കുക? ഐസോമറൈസേഷൻ. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. പ്രോഡക്റ്റ് CH3 C ഡബിൾ ബോണ്ട് ഓഫ് CH3. ഇതിൽ നമുക്ക് ആൽഡിഹൈഡ്, ഇവിടെ കീറ്റോൺ. നമ്മൾ എടുക്കുന്ന ആൽക്കീനിന്റെ നേച്ചർ അനുസരിച്ച് ഇത് മാത്രമേ സംഭവിക്കുള്ളൂ.
ഈ തൈനിന് മാത്രം ആൽഡിഹൈഡ് ആയിരിക്കും പ്രോഡക്റ്റ്. ബാക്കി ഏത് ആൽക്കൈൻ എടുത്താലും വാട്ടർ അഡീഷൻ നടന്നിട്ട് ഐസോമറൈസേഷൻ നടന്നാൽ അവിടെ കീറ്റോൺ ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഒന്ന് പറയാവോ? ഏതാ പറയണ്ടേ മുനീറ? ഇപ്പൊ എഴുതിയത് ഈ റിയാക്ഷൻ, സെക്കൻഡ് റിയാക്ഷൻ. ഇതിൽ നോക്കിക്കേ, പ്രൊപ്പൈൻ ആണ് നമ്മൾ റിയാക്ടന്റ് ആയിട്ട് എടുത്തത്. പ്രൊപ്പൈനില് വാട്ടർ അഡിഷൻ നടത്തി. വാട്ടർ എന്ന് വെച്ചാൽ ഇത് എക്സ് പ്ലസും OH മൈനസും ആയിട്ട് മാറും. അപ്പൊ പോസിറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് നെഗറ്റീവ് പാർട്ട് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. മാർക്കോനിക്കോസ്. അപ്പൊ എന്താ സംഭവിക്കുക? OH മൈനസ് വന്നിട്ട് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലും H പ്ലസ് വന്നിട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആറ്റത്തിലും അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. നെക്സ്റ്റ് സ്റ്റെപ്പില് ഐസോമറൈസേഷൻ നടക്കും. ഐസോമറൈസേഷൻ നടന്നിട്ട് എന്താ സംഭവിക്കുക? ഈ OH ബോണ്ടിൽ ഈ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ആവും, ഈ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടെ ഫ്രീ ആവും, ഈ ഹൈഡ്രജൻ വന്ന് ഈ കാർബണിൽ അറ്റാച്ച് ചെയ്യും. അപ്പൊ CH2 എന്നുള്ളത് CH3 ആവും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തേ. only ethine form aldehydes. Only ethine form aldehyde. All other members form ketone. All other members form ketone. പിന്നെ നെക്സ്റ്റ് റിയാക്ഷൻ, അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. പോളിമറൈസേഷൻ റിയാക്ഷനിൽ നമ്മൾ ഈത്തൈൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈത്തൈന്റെ റിയാക്ഷനും പ്രൊപ്പൈന്റെ റിയാക്ഷനും മാത്രമേ പഠിക്കാനുള്ളൂ. പോളിമറൈസേഷൻ ആൽക്കൈനും. അപ്പൊ ഈ തൈനിനെ പോളിമറൈസേഷൻ നടത്താൻ നമ്മൾ ഈത്തൈൻ എടുത്തിട്ട് റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. റെഡ് ഹോട്ട് അയൺ ട്യൂബ് ആണ്. ദാറ്റ് മീൻസ് ഹൈ ടെമ്പറേച്ചറിലുള്ള അയൺ. 873 കെൽവിൻ ടെമ്പറേച്ചറിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ പോളിമറൈസേഷൻ ആണ്. നോർമലി നമ്മൾ എടുക്കുന്നത് n നമ്പർ ഓഫ് മോണോമേഴ്സ് എടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് പോളിമറൈസേഷൻ ജസ്റ്റ് 3 നമ്പർ ഓഫ് മോണോമർ മതി, ഈത്തൈൻ മോളിക്യൂൾ മതി. അപ്പൊ പോളിമറൈസേഷൻ നടന്നിട്ട് എന്താ കിട്ടുക? എങ്ങനെയായിരിക്കും? CH ട്രിപ്പിൾ ബോണ്ട് CH, CH ട്രിപ്പിൾ ബോണ്ട് CH, CH ട്രിപ്പിൾ ബോണ്ട് CH. ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഈത്തൈനിനെ പോളിമറൈസേഷൻ നടത്തിയാൽ when ethane is passed through red hot iron tube to form benzene. അപ്പൊ ബെൻസീൻ ആയിരിക്കും ഈത്തൈനിന്റെ പോളിമറൈസേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രൊപ്പൈൻ. ഈ സിമിലർ കണ്ടീഷനിൽ നമ്മൾ പ്രൊപ്പൈനിനെ പോളിമറൈസേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. പ്രൊപ്പൈനെ പോളിമറൈസേഷൻ നടത്തിയാൽ അവിടെ കിട്ടുന്ന ഇതുപോലെ തന്നെ പോളിമറൈസേഷൻ ചെയ്യും. പ്രൊപ്പൈൻ എന്ന് വെച്ചാൽ ഇതാ CH3, C ട്രിപ്പിൾ ബോണ്ട് CH, 3 മോണോ. പോളിമറൈസേഷൻ നടത്തിയാൽ ഇവിടെ ഒരു CH3 ഇല്ലേ, ആ CH3 ഇതിൽ ബ്രാഞ്ച് ആവും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? ബെൻസീൻ റിംഗില് CH3, CH3, CH3. പ്രൊപ്പൈനിനെ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാ 135 ട്രൈമീഥൈൽ ബെൻസീൻ. ഈ 135 ട്രൈമീഥൈൽ ബെൻസീനിന്റെ കോമൺ നെയിം ആണ് മെസിറ്റിലീൻ. ഈ നെയിം ഓർക്കുക, 135 ട്രൈമീഥൈൽ ബെൻസീൻ ഓർ മെസിറ്റിലീൻ. 135 trimethyl benzene or mesitylene. Mesitylene എന്ന നെയിം ഓർക്കുക.
Then ഈത്തൈൻ നമ്മൾ 3 മോളിക്യൂൾസ് എടുത്താൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ? ബെൻസീൻ ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ഈത്തൈൻ എടുത്തിട്ട് എന്തെങ്കിലും സ്യൂട്ടബിൾ കണ്ടീഷൻ കൊടുത്താൽ അതിന് ലീനിയർ പോളിമറൈസേഷൻ നടത്താം. ഈത്തൈനിനെ സ്യൂട്ടബിൾ കണ്ടീഷനിൽ നമ്മൾ എന്തെങ്കിലും പോളിമറൈസേഷൻ നടത്തിയാൽ അവിടെ ലീനിയർ പോളിമറൈസേഷൻ കിട്ടിയിട്ട് ഒരു ലാർജ് മോളിക്യൂൾ ഉണ്ടാക്കാം. അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പോളി അസെറ്റിലീൻ ആയിരിക്കും. അത് എന്താ ആൽക്കൈൻ ആയതുകൊണ്ട് 2n മോളിക്യൂൾ എടുക്കുക. സാധാരണ നമ്മൾ n മോളിക്യൂൾ ആണ് എടുക്കുന്നത്. എഴുതാൻ എളുപ്പത്തിന് ഇവിടെ 2n മോളിക്യൂൾ എടുക്കുകയാണ്. കാരണം 2 മോളിക്യൂൾ ചേർന്നതാണ് ഒരു മോണോമർ എന്ന് പറയുന്നത് ഇതിൽ. സോ 2n മോളിക്യൂൾ എടുത്തു, പോളിമറൈസേഷൻ നടത്താം. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ബോണ്ട് ബ്രേക്ക് ആയി അതിന്റെ 2 സൈഡിലും. അപ്പൊ CH ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് അഗൈൻ CH, ഡബിൾ ബോണ്ട് CH, ഇങ്ങനെ പോകും. n ടൈംസ് ഇങ്ങനെ പോകും. ഇതാണ് പോളിമറൈസേഷൻ പ്രോഡക്റ്റ് എന്നത്. നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പോളിമേഴ്സിൽ ഡബിൾ ബോണ്ട് വരത്തില്ലേ? നമ്മൾ ആൽക്കീൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഡബിൾ ബോണ്ട് വരത്തില്ല. ആൽക്കൈൻ എടുത്തിട്ട് പോളിമറൈസേഷൻ നടത്തിയാൽ അവിടെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് പോസിബിൾ ആണ്. ഓരോന്നിലും ഓരോ ഡബിൾ ആൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരാം. അപ്പോ ഈ പോളിമറൈസേഷൻ പ്രോഡക്റ്റ്, ഈ ലീനിയർ പോളിമറൈസേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. സോ ഇലക്ട്രോഡ്സിലും ബാറ്ററീസിലും ഇലക്ട്രോഡ്സ് ആയിട്ട് ബാറ്ററീസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഈ പോളിമേഴ്സ്, ആൽക്കൈൻ പോളിമേഴ്സ് ബാറ്ററീസിൽ ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ആൽക്കൈനിന്റെ അസിഡിക് നേച്ചർ. ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? നോർമലി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? H+ ലിബറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പോ വേഗത്തിൽ H+ റിലീസ് ചെയ്താൽ അത് സ്ട്രോങ് ആസിഡ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ നടത്തിയാൽ സ്ട്രോങ് ആസിഡ്, പാർഷ്യൽ ഡിസോസിയേഷൻ ആണെങ്കിൽ വീക്ക് ആസിഡ് എന്ന് പറയാം. ഇപ്പൊ ഇവിടുത്തെ ആൽക്കൈൻ എന്ത് നേച്ചർ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈത്തൈൻ. അപ്പൊ ഞാൻ ഈ ഈത്തൈൻ അസിഡിക് നേച്ചർ കാണിക്കണമെങ്കിൽ അത് അവിടുത്തെ ഹൈഡ്രജനെ H+ ലിബറേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സോഡിയം മെറ്റലുമായിട്ട് ഈ ആൽക്കൈന്റെ റിയാക്ഷൻ നടത്തും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൽക്കൈൻ ഒരു സോഡിയം മെറ്റലെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. സോ ഒരു ടെർമിനൽ ഹൈഡ്രജന് റിലീസ് ചെയ്തിട്ട് അവിടെ സോഡിയം കയറി ഒക്കുപ്പൈ ചെയ്യും. ഹൈഡ്രജന് പകരം സോഡിയം വരും. എഗെയിൻ ഞാൻ ഇതിനൊരു സോഡിയമായിട്ട് റിയാക്ഷൻ നടത്തിയാലോ? പിന്നെ അടുത്ത ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്ത് അവിടെയും സോഡിയം വരും. അപ്പൊ നോക്കിക്കേ, ആൽക്കൈൻ ഒരു മെറ്റലുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ആൽക്കൈൻ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. ടെർമിനൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ എന്താ സംഭവിച്ചേ? സോഡിയം ആ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്തു. ദാറ്റ് മീൻസ് ഇത് അസിഡിക് നേച്ചർ, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തതുകൊണ്ട് അസിഡിക് നേച്ചർ കാണിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയാം. നോർമലി ഈ ആൽക്കൈൻസ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആണ്. വീക്ക് ആസിഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈത്തൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. അതില് ടെർമിനൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ പ്രൊപ്പൈനിലാണ് ഇത് ചെയ്യുന്നതെങ്കിലോ ഈ ഒരു റിയാക്ഷൻ പ്രൊപ്പൈനുമായിട്ടാണ് റിയാക്ഷൻ നടത്തുന്നതിൽ എന്തായിരിക്കും സംഭവിക്കുക?
ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ആൽക്കൈൻ അസിഡിക് നേച്ചർ കാണിക്കണമെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് പൊസിഷനിലുള്ള ഹൈഡ്രജനെ വേണം റീപ്ലേസ് ചെയ്യാൻ. സോ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് സോഡമൈഡുമായിട്ടാണ്. അപ്പോൾ ഈ സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഈ സോഡിയം എന്ന് ഈ പ്ലേസിൽ ഒക്കുപൈ ചെയ്യും, ഹൈഡ്രജൻ NH2 കൂടെ ചേർത്ത് അമോണിയയായിട്ട് എലിമിനേറ്റ് ആവും. CH3 C ട്രിപ്പിൾ ബോണ്ട് C Na പ്ലസ് NH3 അമോണിയയായിട്ട് എലിമിനേറ്റ് ആവും. ഇതാണ് അസിഡിക് നേച്ചർ. അപ്പോ എന്താ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ഇത് എലിമിനേറ്റ് ചെയ്യും. സോ എലിമിനേറ്റ് അല്ല, റീപ്ലേസ് ആണ് ചെയ്യുന്നത്. ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നത് കൊണ്ട് ആൽക്കൈൻ അസിഡിക് നേച്ചർ കാണിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഈ ആൽക്കൈനിൽ ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സൈഡിൽ ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു NO2 വെക്കുകയാണെന്ന് വിചാരിച്ചു. ഈ NO2 എന്താ സംഭവിക്കുക? ഇത്രയും ഇതിലെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട്. അപ്പോ ഇവിടുത്തെ ഇലക്ട്രോൺ ക്ലൗഡ് കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് പോകും. ഈ ഹൈഡ്രജൻ H+ ആയിട്ട് റിലീസ് ആവാനുള്ള ടെൻഡൻസി കൂടും. അപ്പോ ആൽക്കൈനിന് ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ആൽക്കൈനിൽ ഏതെങ്കിലും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ CH3 ആണ്. CH3 എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ റിലീസിംഗ് ആണ്, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കും. സോ ഈ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, H+ന് വേഗത്തിൽ അവിടുന്ന് എസ്കേപ്പ് ആയി പോകാൻ പറ്റത്തില്ല. അപ്പോ അതിന്റെ അസിഡിക് ക്യാരക്ടർ കുറയും. അപ്പൊ ആൽക്കൈനില് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ആൽക്കൈനില് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഈ പോയിന്റും കൂടെ നോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിൽ അസിഡിക് നേച്ചറിന്റെ ഓർഡറിൽ എഴുതാൻ പറയും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടോ, റിലീസിംഗ് ഗ്രൂപ്പ് ഉണ്ടോ, ഒരു ഗ്രൂപ്പ് ഇല്ലേ, ആൽക്കൈൽ മാത്രമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതിന് അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും, റിലീസിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കുറവായിരിക്കും. ക്ലിയർ? ക്ലിയർ ആണോ? ആ പോയിന്റ് ഒന്നും കൂടി പറയൂ. വിഡ്രോയിങ് ഗ്രൂപ്പും റിലീസിംഗ് ഗ്രൂപ്പും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒരു ആൽക്കൈനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ആൽക്കൈൻ എന്ന് വെച്ചാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്. ദാറ്റ് മീൻസ് ഇവിടെ കംപ്ലീറ്റ്ലി സിലിണ്ട്രിക്കലി ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അപ്പം അവിടെ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടുതലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ബോണ്ട് ഉണ്ടാവും ഹൈഡ്രജനും ആ കാർബണും തമ്മിൽ. നല്ല ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബണിന് എൻഡ് കാർബണിന് ഹൈഡ്രജന് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈഡ്രജനെ റിലീസ് ചെയ്താൽ മാത്രമേ അത് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വേഗത്തിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്താൽ അത് മോർ അസിഡിക് ആണ്. ദെൻ പതുക്കെ മാത്രമേ ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് വീക്ക് ആസിഡ് ആയിട്ട് മാറും. അപ്പം എത്രത്തോളം വേഗത്തിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. അപ്പൊ ആ എൻഡ് കാർബണിൽ ഇലക്ട്രോൺ ക്ലൗഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ കുറച്ചു കൊടുത്താൽ അവിടുത്തെ ഹൈഡ്രജന് H+ ആയിട്ട് വേഗത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ അതിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അപ്പൊ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടുത്തെ കംപ്ലീറ്റ് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ H+ വേഗത്തിൽ റിലീസ് ആവും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്താൽ അവിടെ H+ വേഗത്തിൽ റിലീസ് ആവും, അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ് വെക്കുന്നതെങ്കിലോ ഈ CH3 എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. ഇത് ട്രിപ്പിൾ ബോണ്ടിലോട്ട് ഇലക്ട്രോൺ കൊടുത്തോണ്ടേ, അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി പിന്നെയും കൂടുക. അപ്പൊ H+ന് വേഗത്തിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അസിഡിക് ക്യാരക്ടർ കുറയും. മനസ്സിലായോ ഗീതു? മനസ്സിലായി. ഓക്കെ. അപ്പൊ ആൽക്കൈൻ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് ആൽക്കൈന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പൊ ആരോമാറ്റിക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും ആരോമാറ്റിക്കിൽ നമ്മൾ ഏതാ റെസണൻസ് ഇഫക്റ്റ് കഴിഞ്ഞ ചാപ്റ്ററിൽ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ റിലീസിങ്ങും വിഡ്രോയിങ്ങും. അപ്പൊ അതൊന്ന് വരച്ച് പഠിച്ചിട്ട് വരണം. അത് ഈ സെക്ഷനിൽ ഉള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട്. ചേച്ചി, ഈത്തൈനും പ്രൊപ്പൈനും നോക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ? ഈത്തൈനല്ലേ? ഈത്തൈനാണ് ശിവ. കാരണം അതിൽ റിലീസിംഗ് ഗ്രൂപ്പ് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ ഒരു സൈഡിൽ.
ഹൈഡ്രജന് CH3ന്റെ അത്രത്തോളം ഇലക്ട്രോൺ റിലീസിംഗ് ടെൻഡൻസി ഇല്ല. മനസ്സിലായോ ശരി? ക്ലിയർ ആയി. ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ റിയാക്ഷൻ ഇത്. പ്രൊപ്പൈൻ gives red iron hot ട്യൂബിലും red hot iron tube 873 Kelvin A എന്ന പ്രോഡക്റ്റ്. then question ബാക്കി ചെയ്ത number of sigma bonds present in the product, number of sigma bonds present in the product. Nine. 9 ആണോ? ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കിത്. എന്താ പ്രോഡക്റ്റ് കിട്ടുന്നേ? പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞേ. 135 methyl benzene. 135 methyl benzene or mesitylene ആണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ അതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? സ്ട്രക്ചർ വെച്ച് നോക്കുക. പതിനെട്ടല്ലേ? 18 ആണോ? ഒന്നും കൂടെ നോക്കിക്കേ. ബെൻസീനിലെ ഹൈഡ്രജൻ ഒന്നും ഇല്ല. എത്രയുണ്ട്? ബെൻസീൻ എന്ന് വെച്ചാൽ C6H6 അല്ലേ? അവിടെ 6 ഹൈഡ്രജൻ ഇല്ലേ? അതിൽ 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ CH3 ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? എത്രയാ റോണിയ? 21 ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാ? ഇവിടെ 1 2 3 4 then 5 6 7 8 9 10 11 12 13 14 15 then 16 17 18 19 20 21 സിഗ്മ ബോണ്ട് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most suitable reagent for the following conversion is most suitable reagent for the following conversion is
ഏതാ ആൻസർ? ഏതാ ആൻസർ? ബി ആണോ? ഓക്കെ, ബി ആണ്. ആ റിയേജന്റിന് എന്താ നമ്മൾ പറയാ? റിയേജന്റിന്റെ പേരെന്താ? H2 bar, H2 palladium or carbon poison with quinoline. എന്താണ്? ലില്ലാസ് കാറ്റലിസ്റ്റ്. കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഇന്നലെ പഠിച്ചോളൂ. ലില്ലാസ് കാറ്റലിസ്റ്റ് ആണ്. ലിൻലാസ് കാറ്റലിസ്റ്റ്, അതാണ് ഇത്. ഇപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കൈനിനെ സിസ് ആൽക്കീൻ ആക്കി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Which one is the correct order of acidity? Which one is the correct order of acidity? ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണോ? ബി അല്ല. നമ്മള് ആൽക്കീനില് അസിഡിക് ഹൈഡ്രജൻ ഉള്ളതായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, കറക്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. CH ട്രിപ്പിൾ ബോണ്ട് CH. നമ്മൾ സാധാരണ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അസിഡിക് ക്യാരക്ടർ ഒന്നും ഇല്ല. ആൽക്കൈനിലാണ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. കാരണം അവിടെ റിലീസ് ചെയ്യാൻ പറ്റിയ ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട്. അപ്പൊ ആൽക്കൈൻസിൽ ഈ ഫസ്റ്റ് ആൽക്കൈനിൽ 2 അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതിൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല. ഇനി ഈ ആൽക്കൈനിലാണെങ്കിൽ ഒരു അസിഡിക് ഹൈഡ്രജനേ ഉള്ളൂ. ഈ എൻഡിൽ വരുന്ന മാത്രം ഇത് മാത്രം. ഇങ്ങോട്ട് വരുന്നതോറും അത്രത്തോളം അസിഡിറ്റിയെ നമുക്ക് പറയാൻ.
അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Predict the correct intermediate and product in the following reaction. Predict the correct intermediate and product in the following reaction. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? പ്രെഡിക്റ്റ് കഴിഞ്ഞിട്ട് Predict the correct intermediate and product of the in the following reaction. Predict the correct intermediate and product in the following reaction. C ആണോ മാം? Okay, correct answer C ആണ്. C ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വാട്ടർ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുമ്പോൾ മാർക്കോനിക്കോസ് റൂളിന്റെ ബേസിസിൽ H+ന്റെയും OH- ന്റെയും അഡിഷൻ. ദെൻ അവിടെ ഐസോമറൈസേഷൻ ഓർ ടോട്ടോമറൈസേഷൻ നടന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുക? ഈ OH-ന്റെ ഈ ബോണ്ടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, ഈ ബോണ്ടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ പ്രോഡക്റ്റ് നമുക്ക് കീറ്റോൺ എന്നായിരിക്കും കിട്ടുക. Next question. Next question again. In the reaction, again we do. In the reaction.
എന്താ പ്രോഡക്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആൻസർ എന്താ? എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മളൊരു ഈത്തൈന് ഫസ്റ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഈത്തൈനും സോഡമൈഡുമായിട്ടുള്ള റിയാക്ഷൻ. അവിടെ എന്താ പ്രോഡക്റ്റ് കിട്ടുക? എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? ഈത്തൈനും സോഡമൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഈത്തൈനില് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സോഡിയം വരും. അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഇവിടെ അമോണിയ എലിമിനേറ്റ് ആവും. then HC ട്രിപ്പിൾ ബോണ്ട് C ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് നടക്കുന്നത്. then ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുക. രണ്ടാമത്തെ റിയേജന്റ് CH3 CH2 Br ആണ്. അപ്പൊ എന്താണ് ഈ സോഡിയവും ഈ ബ്രോമിനും കൂടെ ചേർന്നിട്ട് NaBr എലിമിനേറ്റ് ആവും. ബാക്കി ആൽക്കൈൽ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്യും. ഇവിടെ NaBr എലിമിനേറ്റ് ആയിട്ട് HC ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞേ. എന്തായിരിക്കും കിട്ടുക? എന്താ ആൻസർ? എന്താ സംഭവിക്കുന്നത്? സെയിം റിയേജന്റ് തന്നെയാണ്. സെയിം റിയേജന്റ് ആകുമ്പോൾ സെയിം റിയാക്ഷൻ തന്നെ. അസിഡിക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സോഡിയം വരും. then NaBr പിന്നെയും എന്താ റിലീസ് ചെയ്തിട്ട് അടുത്ത അവിടെയും CH3 CH2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട്. സോ 1 ബ്യൂട്ടൈൻ ആണ്. എഗെയിൻ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ CH3 CH2 ഗ്രൂപ്പ് കൂടെ ഇവിടെ വരും. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. ഈ ലിക്വിഡ് അമോണിയ കണ്ടിട്ട് സിസ്റ്റം ട്രാൻസിഷൻ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല.
നമുക്ക് അറിയാവുന്ന റിയേജന്റ് ഏതാണോ അത് വെച്ചിട്ട് റിയാക്ഷൻ നടത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ 1 2 3 തേർഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ളത്. 3 ഹെക്സൈൻ. അപ്പൊ 1 ബ്യൂട്ടൈൻ 3 ഹെക്സൈൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി ടീച്ചർ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം സ്വന്തമായിട്ട്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കേ. Which of the following organic compounds has same hybridization as its combustion product? Which of the following organic compounds has same hybridization as its combustion product? Bracket with carbon dioxide. കാർബൺ തന്നിട്ടുള്ള എന്താ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതിനാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമിലർ ഹൈബ്രിഡൈസേഷൻ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈഥീൻ. ഈത്തൈനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ എന്താ? സി ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ട്. സോ ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇതില് ഏതിലാ sp വരുന്നേന്ന് നോക്കാം. അപ്പൊ sp വരുന്നത് ഈ തൈനിലാണ്. അതല്ലേ ചേഞ്ച് ഇല്ലാത്തത്? മനസ്സിലായോ? മനസ്സിലായി മിസ്. ഓക്കെ, അപ്പം ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. Thank you, teacher. Okay, Ronia. Miss, ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ഇത് sp ഹൈബ്രിഡൈസ്ഡ് നോക്കുക. Okay, miss. Thank you. Thank you, ma'am. ഓക്കെ, മിസ് സ്കീമിന്റെ അഡ്മിറ്റ് കാർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്ന് തോന്നണില്ല. പക്ഷെ നമുക്ക് സാധാരണ ഇപ്പൊ വരുന്നതെല്ലാം അവര് പ്രിഫറൻസ് കളർ എടുക്കണം എന്നാണ് പ്രിഫറൻസ് ആയിട്ട് കളർ എടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വേറെ പ്രശ്നം ഉണ്ടെന്ന് തോന്നണില്ല എനിക്ക്. പറ്റുകയാണെങ്കിൽ കളർ എടുത്താൽ നല്ലതായിരിക്കും. കേട്ടോ ജെൻസി? വേറെ പ്രശ്നം എന്തോ? ഓക്കെ ഓക്കെ, വേറെ പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷെ ഇപ്പൊ വരുന്ന സാധാരണ എല്ലാ എൻട്രൻസ് എക്സാമിനും കളേർഡ് ആണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും എന്ന് പറയണം. അതിന്റെ അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടാവും കളർ ആയിരിക്കാം. ഓക്കെ. ഓക്കെ.